ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ മുൻനിർത്തി ഈ ഭരണഘടനയെക്കുറിച്ചുള്ള ആശങ്കകളുടെ കാവ്യരൂപം എന്ന പേരിൽ ഒരു കവിതയുടെ പേര് ചോദ്യങ്ങൾ ഉത്തരങ്ങളോട്. പ്രിയാമ്പിൾ തുടങ്ങുന്നത് വി ദ പീപ്പിൾ എന്നാണല്ലോ. അപ്പോൾ വി, ഞങ്ങളും നിങ്ങളും നമ്മളായോ, നമ്മൾക്കു നാം വഴി കാട്ടിയായോ, ഇല്ലാത്തോർക്ക് ഉള്ളവർ മിത്രമായോ, മർദ്ദകർ മർദ്ദിതർക്കകലെയായോ. The people of India, having solemnly resolved to constitute India into a എന്നാണല്ലോ തുടരുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുക. പ്രജയായിരുന്നു ഒരിക്കൽ നമ്മൾ, പ്രതിയായിരുന്നു ജനങ്ങളായി നാം, കടമയും കടവും ചുമന്നു വീണ്ടും പൊരുതുന്ന നാം ഇന്നു പൗരരായോ. ഭരണഘടനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നാം എപ്പോഴും ആലോചിക്കുന്നത് ഒരു കാര്യം, ഈ ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ എന്ന രാഷ്ട്രമായി തീരുന്നത് ഇന്ത്യക്കാർ പൗരരായി തീരുമ്പോഴാണ്, സിറ്റിസൺസ്. ഇനി സോവറിൻ, പണമാണു നമ്മെ ഭരിപ്പതെങ്കിൽ പരമാധികാരം പണത്തിനല്ലേ, ഭയമാണു നമ്മെ നയിപ്പതെങ്കിൽ പരമാധികാരം ഭയത്തിനല്ലേ. അത് സോവർണിറ്റി എന്ന മൂല്യത്തിനല്ലല്ലോ എന്നാണ് സംശയം. അടുത്ത മൂല്യം സോഷ്യലിസം എന്നതാണ്. സോഷ്യലിസ്റ്റ്, ദാരിദ്ര്യരേഖയ്ക്കു മേലെയുള്ളോർ കീഴെയുള്ളോരെ ഭരിക്കയല്ലേ, ദളിത ദുരിതത്തീ തിളയ്ക്കുകല്ലേ, ഇനിയും സമത്വം വിദൂരമല്ലേ. അടുത്ത മൂല്യം സെക്യുലർ എന്നതാണ്, മതനിരപേക്ഷത. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിടരുന്ന കാവ്യം എങ്ങനെയായിരിക്കും? ഉച്ചനീചത്വച്ഛിതയിൽ നിന്നും മർത്യരെ അമർത്യരായി വീണ്ടെടുത്തോ, മതമതിൽ കെട്ടിക്കളിപ്പവർ നാം, ഒന്നിനെ രണ്ടായറിഞ്ഞവർ നാം. അടുത്തത് ഡെമോക്രാറ്റിക്, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചിന്ത. ലക്ഷ്യവും ലക്ഷ്യവും പങ്കുവച്ച് നയചതുരരിന്നും അജ്ഞാതവാസം, ആർക്കു കൈമാറി നാം ആധിപത്യം, കോടികൾക്കോ ജനകോടികൾക്കോ. ഇനി റിപ്പബ്ലിക്, നിയമപക്ഷത്തിൻ നിവേദനങ്ങൾ, ഭിന്നപക്ഷങ്ങൾ തന്നുത്കണ്ഠകൾ, സേനയ്ക്കുമേലെയും ശാന്തിമന്ത്രം പ്രതിഫലിപ്പിച്ചുവോ പ്രഥമ പൗരൻ. അങ്ങനെ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ആലോചിക്കാം. ഗാന്ധാരി കണ്ണുകൾ കെട്ടി നിന്നു, കരയുവാൻ മാത്രമായി കൺ തുറന്നു, ആരുമില്ലാത്തോരിൽ ആരുമല്ലാത്തോരിൽ നീതിതൻ ദേവത അന്ധയല്ലേ. ഇനി ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ചങ്ങലകൾ ചിന്തയെ കൈയൊഴിഞ്ഞോ, ഇരകൾക്കു നീതിമാൻ ബന്ധുവായോ, അധികാരം അതിരുവിട്ടാൽ തിരുത്താൻ എതിരറ്റ സ്വാതന്ത്ര്യം ഇവിടെയുണ്ടോ. ഇനി ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി,
and to promote among them all. നന്മയ്ക്കിരിപ്പിടം ജന്മമല്ല, കർമ്മമാണെന്നതു നാം പഠിച്ചോ. നമ്പൂരി രാമനും നായാടി കൃഷ്ണനും ഒരു പന്തിയിൽ ചോറു നാം കൊടുത്തോ. ഇനി ഫ്രട്ടേണിറ്റിയിലേക്ക് വന്നാലോ, സാഹോദര്യം. പെണ്ണിനും ആണിനും സോദരത്വം വാക്കിൽ മാത്രം നാം ഒതുക്കിയില്ലേ. ഹിന്ദുവും അഹിന്ദുവും ചേർന്നു വാഴാൻ സ്നേഹവൃക്ഷത്തണൽ നാം വിരിച്ചു. അഷ്വറിംഗ് ദി ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, വ്യക്തിയുടെ മാന്യത. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ജീവൻ നിലക്കിലും നേർവെളിച്ചം, വാമൊഴിയിലും പിന്നെ വരമൊഴിയിലും അണയാതെ നിർത്തുന്ന വ്യക്തിസ്വത്വം വീഴ്ത്താതെ നിർത്തുവാൻ നാം ശ്രമിച്ചു. യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. ഏറെ വർണ്ണങ്ങൾ ചേർന്നേക നിറമായി, വിവിധ സൂനങ്ങൾ ചേർന്നാരാമമായി, ഏറെ ശിലകൾ ചേർന്ന വെൺശില്പമായി, ഇന്ത്യ മാറാനിനി എത്ര ദൂരം. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution.